ഹായ്, ഇന്ന് രാവിലത്തെ എൻ്റെ ടിഫിന് അരക്കപ്പ് മില്ലറ്റ്സ്, 1 കപ്പ് മുളപ്പിച്ച ചെറുപയർ, ഒരു പച്ചമുളക്, കുറച്ച് കരിയാപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, 1 സ്പൂണ് ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് ഒരു മാവ് ഞാൻ ഉണ്ടാക്കി. ഇതിൻ്റെ പേരാണ് പെസരട്ട്. നമ്മൾ ഉണ്ടാക്കാനുള്ള മാവാണിത്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പെസരട്ട്. അതിന് നമുക്കൊരു ചമ്മന്തി വേണം. അതിന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇഞ്ചി ചമ്മന്തി. ഇഞ്ചി ചമ്മന്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊരു വെറൈറ്റി ആയിട്ട്, ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്തെടുക്കണം. ഒരു ഇഞ്ചി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഇഞ്ചി തന്നെ നിങ്ങൾ എടുക്കണം. ചെറുങ്ങനെ മുറിച്ച് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകി ചെറുങ്ങനെ മുറിച്ച് എണ്ണയിൽ 1 സ്പൂണ് വെളിച്ചെണ്ണയിൽ ഒന്ന് നമ്മൾ അതിൻ്റെ പച്ചമണം പോകുന്നത്ര വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അത് കഴിഞ്ഞ ശേഷം ഒരു കഷ്ണം വെല്ലം, ഒരു ഇത്ര കിലോ നല്ല കഷ്ണം വെല്ലം എടുക്കണം. കുറച്ച് പുളി എടുക്കണം. അതേപോലെ ഒരു 1/4 സ്പൂൺ, 1/2 സ്പൂണിൻ്റെ അടുത്ത് മുളകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി അരച്ചിട്ടാണ് നമ്മൾ ഈ ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കുന്നത്. എന്നാൽ ഞാൻ ഈ പെസരട്ടും ഇഞ്ചി ചമ്മന്തിയും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളധികം ഈ മാവിന് വെള്ളമാക്കാൻ പാടില്ല. കുറച്ച് കട്ടിയായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. എന്നിട്ടൊരു ദോശ നമ്മളൊരു പെസരട്ട് ചുട്ട് നോക്കിയ ശേഷം പിന്നെ വേണമെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ നല്ല നേരിങ്ങനെ ഉഴുന്ന ദോശ ആക്കുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാം. എന്നാൽ പിന്നെ ഞാൻ ഈ ഇഞ്ചി ചട്നിയും പെസരട്ടും ഉണ്ടാക്കി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ ഹെൽത്തി പെസരട്ടും ഹെൽത്തി ഇഞ്ചി ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടവർക്ക് ഈ പെസരട്ടിൻ്റെ ഉള്ളിൽ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മടക്കിയിട്ടെടുക്കാം. എനിക്ക് ഉള്ളി വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഈ പെസരട്ടിനെ വെറും ചെറുപയറിനെ കൊണ്ടും ഉണ്ടാക്കാം. ഒരു അരമണിക്കൂർ മുമ്പേ ചെറുപയർ കുതിർത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ പച്ചമുളകും ഇഞ്ചും ജീരകം എല്ലാം ഇട്ട് അരച്ചിട്ടും കൂടി പെസരട്ട് ഉണ്ടാക്കാം. ഞാനധികം അങ്ങനെ തന്നെയാണ് ആക്കി തിന്നൽ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ചിൻ്റെ അകത്ത് മില്ലറ്റ്സ് ചേർത്തു. അല്ലാതെ കണ്ട അരിയൊന്നും ഞാൻ ചേർക്കലേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആയത്ര കുറച്ച് മില്ലറ്റ്സും ഈ ചെറുപയർ, മുളപ്പിച്ച ചെറുപയറുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സാധാരണ ചെറുപയർ കൊണ്ട് നിങ്ങൾ ഈ പെസരട്ട് ഉണ്ടാക്കണം. ഹെൽത്തി പെസരട്ട്. നമ്മൾ മില്ലറ്റ്സിനെ തലേദിവസം രാത്രി കുതിർത്ത് വെക്കണം. അതേപോലെ മുളപ്പിച്ച ചെറുപയറുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ അരക്കുമ്പോഴേക്ക് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്താൽ മതി. മില്ലറ്റ്സ് മാത്രം 6 മണിക്കൂർ നമ്മൾ കുതിർത്തിട്ട് തന്നെ വെക്കണം. അതിൻ്റെ കൂടെ ഈ ചെറുപയർ ഇട്ടിട്ട് ഈ ഹെൽത്തി ടിഫിന് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഞ്ചി ചട്നിയും അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഈ ഹെൽത്തി റെസിപ്പീനെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ. ബൈ.